മണ്ടേ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയിട്ട് മണ്ടേ കമൻറ്റ് ബോക്സാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. മറ്റേ വീഡിയോസ് ഒന്നും വരുന്നില്ല എന്നുള്ളത് ചിലർ ചോദിക്കണ്ടേ, എന്ത് പറ്റി? അപ്പോൾ ഈ കൈക്ക് പറ്റിയ പരിക്ക് പറ്റിയതൊന്നും അറിയാത്ത ആളുകളാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് വീഡിയോസ് കുറഞ്ഞത്. അപ്പോൾ ഈ ആഴ്ച മുതൽ ഡെയിലി മാക്സിമം ശ്രമിക്കും. ഡെയിലി ഒന്നരാടെങ്കിലും എന്തായാലും ഉണ്ടാവും. പിന്നെ ഡെയിലി ഷോർട്സ് ഇടുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഷോർട്സ് ഡെയിലി ഇട്ടില്ലെങ്കിൽ ഷോർട്സിന് റീച്ച് ഇട്ടില്ല. അപ്പോൾ ഷോർട്സ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു നിലപാടിലാണ്. അപ്പോൾ എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ രീതിയും എല്ലാവിധ റീച്ചിന് വേണ്ട കാര്യങ്ങളും നമുക്ക് ഈ ചാനൽ വർക്ക് ചെയ്യിക്കുമ്പോൾ, ചാനൽ കൊണ്ടെടുക്കുമ്പോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഷോർട്സ് ഡെയിലി ഇടുന്നതും മറ്റേ വീഡിയോസ് കുറച്ച് ഈ ബുദ്ധിമുട്ട് കാരണം വൈകുന്നതും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കമൻറ്റ് SS മലയാളി എന്ന ചാനലിലാണ്. അപ്പോൾ ബ്രോ, ഫുൾ റേഞ്ച് സ്പീക്കറിന് പറ്റിയ ആംപ്ലിഫയർ ഏതാണ്? വല്ലാത്തൊരു ചോദ്യമല്ലേ, വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഒരു സംശയം പോലെ, അത് കേൾക്കുമ്പോൾ ഒരു സംശയം പോലെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വാക്കിൽ തന്നെ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മിഡ് ഫ്രീക്വൻസിയോ ഹൈ ഫ്രീക്വൻസിയോ ബേസോ അങ്ങനെ പ്രത്യേകിച്ചില്ല. അതായത് ഒരു പ്രത്യേക കർവിലുള്ള എല്ലാ ഫ്രീക്വൻസിയും അതിലൂടെ ആ സ്പീക്കറിലൂടെ നമുക്ക് കേൾക്കാം. നമ്മൾ അതിലേക്കൊരു ഫ്ലാറ്റ് സിഗ്നൽ കൊടുത്താൽ മാക്സിമം റെസ്പോൺസ് നമുക്ക് കിട്ടും. അതായത് ലോ ഫ്രീക്വൻസിയിലേക്കുള്ള ഒരു സ്പീക്കർ അല്ലത് ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുന്നത്. അതിൽ ആ ഏത് ആംപ്ലിഫയർ ആണ് അതിന് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ ഗെയിനുള്ള ഒരു ആംപ്ലിഫയർ ബെസ്റ്റാണ്. ഏത് ടൈപ്പാണ്, ഏത് ട്രാൻസിസ്റ്ററാണ്, ഏത് IC ആണെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ലിസ്റ്റ് വരേണ്ടി വരും. അപ്പോൾ അതിൽ ആംപ്ലിഫയറിന് വേണ്ടത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പീക്കറിന് മാച്ച് ചെയ്യിക്കാൻ വേണ്ടത് സ്പീക്കർ 60 വാട്ട് അല്ല 100 വാട്ട് ഒക്കെ ടൈപ്പ് ആണെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ആംപ്ലിഫയർ എടുക്കുക. രണ്ടാമത്തത് അതിൻ്റെ ഓംസ് എടുക്കുക. അതായത് 4 ohms ആണ് 8 ohms ആണോ നോക്കിയിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ആംപ്ലിഫയർ ബോർഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ആംപ്ലിഫയർ എടുക്കരുത് എന്ന് പറയാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ ഏത് സ്പീക്കർ ഉപയോഗിച്ചാലും അതിൻ്റെ റെസ്പോൺസ് ആ സ്പീക്കർ തരും. അതിൻ്റെ ആ സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് റെസ്പോൺസ് നമുക്ക് കിട്ടും. അടുത്ത കമൻറ്റ് ദളപതി എന്ന ചാനലിലാണ്. ബ്രോ, 5.1 ആംപ്ലിഫയർ പെർ ചാനൽ ഔട്ട്പുട്ട് വാട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് എൻ്റെ ആംപ്ലിഫയർ 100 വാട്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെർ ചാനൽ എത്ര വാട്ട്സ് സ്പീക്കർ കൊടുക്കണം? പ്ലീസ് ഡു എ വീഡിയോ ഒന്നും പറഞ്ഞു തരുമോ? വേണ്ട, സിമ്പിളല്ലേ. അപ്പോൾ 100നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 വാട്ട്സ് പെർ ചാനൽ 20 വാട്ട്സ്. അപ്പോൾ സബ് ഊഫർ അവിടെ പോയി, അവിടെയാണ് പ്രശ്നം. അപ്പോൾ 100 വാട്ട്സ് ടോട്ടൽ ആണെങ്കിൽ ഇപ്പോൾ ഒരു 10 വാട്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ വളരെ നേരിയ ചെറിയ വാട്ട്സ്, പണ്ടത്തെ ഹോം തിയേറ്ററിന് വരുന്ന ടൈപ്പ് വാട്ട്സിൽ 5 ചാനലും, ബാക്കിയുള്ള ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ 10 വാട്ട്സ് ആണെങ്കിൽ ഇപ്പോൾ 100 വാട്ട്സിന് 10 വാട്ട്സ് ആണ് ഓരോ ചാനലെങ്കിൽ 50 വാട്ട്സ് 5 ചാനൽ, ബാക്കി 50 വാട്ട്സ് സബ് ഊഫർ, അങ്ങനെ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ 100 വാട്ട്സ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉള്ള മാർക്കിംഗ് ആണ്. RMS വാല്യൂ ഇട്ടത് 100 വാട്ട്സ് എന്നെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ശരിയാവുള്ളൂ. ഇല്ലച്ചാൽ ചിലപ്പോൾ 100ന് താഴെ ആയിരിക്കും സാധനം കിടക്കുന്നത്. അടുത്ത മറ്റേ മുഹമ്മദ് സിറാജ് എന്ന ആളുടെയാണ്. അപ്പോൾ പഴയ ടൈപ്പ് സ്റ്റീരിയോ ടേപ്പ് FM ടേപ്പ് റെക്കോർഡർ ടു കൺവേർട്ടിങ് റീചാർജബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ വീഡിയോ ചെയ്യോ, പണ്ട് സൗണ്ട് ബാർ ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ സൗണ്ട് ബാർ പണ്ട് ചെയ്തിരുന്നത് എങ്ങനെയാണ്? പഴയ സോണിയുടെ ഒരു TVന്ന് സ്പീക്കേഴ്സ് എടുത്തിട്ടാണ് ചെയ്തത്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. പണ്ട് എങ്ങാണ്ടോ ചെയ്ത വീഡിയോ ആണ്. അത്ര പെർഫെക്റ്റ് ഒന്നല്ല. അന്ന് വീഡിയോ ഒക്കെ തുടങ്ങി വരുന്ന കാലമായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിട്ട് തന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് ആ സൗണ്ട് ബാർ വീഡിയോ ഉണ്ടാക്കി. സൗണ്ട് ബാർ മീൻസ് അത് ജസ്റ്റ് ഒരു ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ആണ്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതും ഫിലിപ്സിൻ്റെ ട്യൂട്ടറാണ് അതിൽ ഉപയോഗിച്ചുള്ള ചെറിയ ടൈപ്പ്. അപ്പോൾ അത് കാണാത്തവർ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഏത് തരം ലെഫ്റ്റ് ആൻഡ് റൈറ്റോ, അതായത് 2 ചാനൽ കിട്ടുന്നതോ ഇനി ഒറ്റ ചാനലിലെ മോണോ ആയാലും ശരി, നമുക്കത് വെച്ച് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാം. ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ടൈമിൻ്റെ പരിധി കാരണം, ടൈം ഇപ്പോൾ വർക്കും വീഡിയോസും മറ്റെല്ലാ കാര്യങ്ങളും കൊണ്ടുനടക്കുന്ന അപ്പോൾ ടൈമിൻ്റെ പ്രശ്നം കാരണം ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ച് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ എക്സ്ട്രാ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് വെറൈറ്റി ആയിട്ട് വല്ലതും ചെയ്യാൻ നോക്കുമ്പോൾ അതിനുള്ള ടൈം വളരെ കുറവാണ്. അപ്പോൾ ഒരു കാര്യം അത് ചെയ്ത് ഫുള്ളാക്കണം തന്നെ ചിലപ്പോൾ 5-6 ദിവസം എടുക്കും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വൈകുന്ന ആ ഒരു ഫ്രീഡം കിട്ടുന്ന സമയത്ത് നമുക്ക് മാക്സിമം ആഴ്ചയിൽ 1-2 ഇതുപോലത്തെ DIY വീഡിയോസ് വരും. അടിപൊളിയായിരിക്കും. അടുത്തതൊരു നീണ്ട കഥയാണ്. അരവിന്ദ് VS എന്ന ആളുടെയാണ് കമൻറ്റ്. അപ്പോൾ മണ്ടേ കമൻറ്റ് ബോക്സിൽ ഉറപ്പായും ഉൾപ്പെടുത്തണേ ബ്രോ. എൻ്റെ 5.0 ആംപ്ലിഫയർ ഓണാക്കുമ്പോൾ സബ് ഊഫറിൽ നിന്നും എലി അലറുന്ന പോലെ ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുന്നു. IRF 250N9240 മോസ്ഫെറ്റ് ബോർഡാണ്. ഞാൻ ഇൻപുട്ട് ഡിസ്കണക്ട് ചെയ്ത് നോക്കി, അപ്പോഴും സൗണ്ട് ഉണ്ട്. ശേഷം ഞാൻ ബ്രിഡ്ജ് മാറ്റി സ്റ്റീരിയോ മോഡ് ആക്കി നോക്കി. ഓരോ പെയറിലും സെപ്പറേറ്റ് ആക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ല. ബട്ട് ബ്രിഡ്ജ് ചെയ്തപ്പോൾ മോണോ ആക്കുമ്പോൾ ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുന്നു. എന്തുകൊണ്ട് ആയിരിക്കും? ബ്രിഡ്ജിന് യൂസ് ചെയ്ത റെസിസ്റ്ററിൻ്റെ കുഴപ്പമാണോ? അത്
മാറ്റണമെങ്കിൽ എത്ര വാല്യൂ ഉള്ള റെസിസ്റ്റർ കൊടുക്കണം. അതല്ല എങ്കിൽ എന്തെങ്കിലും ഈ സൗണ്ടിന് കാരണം 27.0 27.5 ആംപിയർ ആണ്. അതുപോലെ തന്നെ ഈ IRF 250 മാറ്റി IRF 240 കൊടുക്കാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും കോമ്പോണൻറ്റ് മാറ്റേണ്ടി വരുമോ IRF 240 9240 ആക്കാൻ? വല്ലാത്തൊരു വലിയ കമൻറ്റാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഗ്രൗണ്ട് എർത്തിങ്ങിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ എന്ന് നോക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങളത് ആ ബ്രിഡ്ജ് കണക്ഷൻ ഒഴിവാക്കി ഡയറക്റ്റ് കൊടുത്തപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ബ്രിഡ്ജ് കണക്ഷൻ കൊടുക്കുമ്പോഴാണ് കുഴപ്പം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ബ്രിഡ്ജ് കണക്ഷൻ കൊടുക്കുമ്പോഴും ഈ സെപ്പറേറ്റ് വോളിയം കൊടുക്കുമ്പോഴും അതായത് സെപ്പറേറ്റ് ആക്കിയിട്ട് ബ്രിഡ്ജ് ഡിസ്കണക്ട് ചെയ്ത് സെപ്പറേറ്റ് ആമ്പാക്കി 2 ചാനലാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് സിഗ്നൽ എങ്ങനെയാണ് കൊടുത്തത് എന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആക്കുക. അതായത് ഡയറക്റ്റ് ഏതെങ്കിലും വഴിക്ക് കൊടുത്താണോ അല്ലെങ്കിൽ ഈ വോളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണോ കൊടുത്തത് നോക്കുക. കാരണം ഈ ക്രാക്ലിംഗ് സൗണ്ട് വരുന്നത് ശരിക്കും പവർ ആമ്പ് എന്നാണോ എന്ന് അറിയാൻ ഈ വോളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. വോളിയം കൺട്രോളിൻ്റെ ഔട്ട്പുട്ട് നേരെ പവർ ബോർഡിലേക്ക് കയറും. നമ്മളിപ്പോൾ ഈ 9240 ബോർഡിലേക്ക് കയറും. ആ ബോർഡിലേക്ക് കയറുന്നിടത്ത് നിന്ന് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം വോളിയം കൊടുത്ത് നോക്കുക, അതായത് ബ്രിഡ്ജ് മോഡ് തന്നെ. അപ്പോഴും ഈ ക്രാക്കിംഗ് സൗണ്ട് ഉണ്ടെങ്കിൽ അത് ആ കോമ്പണൻറ്റ് ഏതോ ഒന്ന് ആ ബോർഡിൽ കംപ്ലൈൻ്റ് ആണെന്ന് കൺഫേം ആക്കാം. അപ്പോൾ അത് എവിടെയാണ് എന്നറിയാതെ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നായി പരതിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡിസ്കണക്ട് ചെയ്ത് നോക്കാതെ നമുക്ക് ഈ ലൊക്കേറ്റ് ചെയ്യാനില്ല. അതായത് ഓഡിയോ കൺട്രോളിങ് സെക്ഷൻ എന്നാണോ വരുന്നത് അതല്ല പവർ ആമ്പ് എന്നാണോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ റെസിസ്റ്റർ ഏതാ വാല്യൂ എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ അതായത് അതിനകത്ത് ആ 9240 ആ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ടാവും. സെയിം വാല്യൂ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് മാറ്റിയിടാനുള്ള സാധ്യത ഇല്ല. കാരണം ഇത് മുൻകൂട്ടി ആദ്യ കാലത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവാം, പിന്നീട് വന്ന കംപ്ലൈൻ്റ് ആയിരിക്കാം. അപ്പോൾ ഏതോ ഒരു റെസിസ്റ്റർ ഹൈ വാല്യൂ ആയി മാറിയതായിരിക്കാം കാരണം. അപ്പോൾ അത് ചിലപ്പോൾ ആ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയിരിക്കും. അപ്പോൾ സെയിം വാല്യൂ തന്നെയാണ് ഇടേണ്ടത്, വ്യത്യസ്ത വാല്യൂ അല്ല ഇടേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അതിനെ പറ്റി ഫീഡ്ബാക്ക് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആക്കാം. അപ്പോൾ ഈ തരത്തിൽ ആ റെസിസ്റ്റർ വാല്യൂ ഏതെങ്കിലും ഒരു വാല്യൂ ഇടാൻ പറ്റില്ല, സെയിം വാല്യൂ തന്നെ ഇടണം. നമ്മളപ്പോൾ അതിൽ ഉദ്ദേശിച്ച വാല്യൂ തന്നെ ഇടണം. അത് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് വാല്യൂ ഇപ്പോൾ എത്രയാണ്, ഇപ്പോൾ 100 ohms ആണെന്ന് ഉദാഹരണം വിചാരിക്കുക അതിനകത്തുണ്ടായിരുന്നത്. അത് നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 470 ohms അല്ലെങ്കിൽ ഒരു 1K അല്ല അതിലും മേലെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ആ റെസിസ്റ്റർ അവിടെ ബേണായിട്ടോ അല്ലെങ്കിൽ ചൂടായിട്ടോ കാണില്ല, ഹൈ വാല്യൂ ആയ റെസിസ്റ്റർ. അപ്പോൾ അത് ആ രീതിയിൽ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്തിട്ട് ആ വാല്യൂ വ്യത്യാസം ഉണ്ടോ നോക്കിയതിന് ശേഷം മാത്രം മാറ്റുക. അല്ലാതെ റെസിസ്റ്റർ വാല്യൂ മാറ്റിയിടേണ്ട ആവശ്യമില്ല, സെയിം വാല്യൂ തന്നെ ഇടുക. പിന്നീട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആക്കാം. അടുത്ത നമ്മുടെ അമൽ എന്ന ആളുടെയാണ്. സാർ 5.1 ആമ്പിളിൽ നിന്നും 5.2 ആക്കാൻ എന്തൊക്കെ വേണം? ഒരൊറ്റ ചാനലും കൂടി സബ്ബൂഫറിൻ്റെ ഒരു ചാനലും കൂടി അതിനകത്ത് ആഡ് ചെയ്യുക. അതിനകത്ത് ഓൾറെഡി ഒരു സബ്ബൂഫർ ഉണ്ടല്ലോ, അതായത് 5.1 ആണ്. അപ്പോൾ അതിനകത്ത് ആ 1 സബ്ബൂഫറിൻ്റെ ബോർഡ് കണക്ഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് ഇപ്പോൾ ഹെവി ആയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ട്രാൻസ്ഫോമറും എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ സിഗ്നൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് അതിലേക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ ആ നോർമലി തന്നെ വർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് റൂം എക്സ്പീരിയൻസ് മതിയെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സബ്ബൂഫറിൻ്റെ പവർ ആമ്പ് മാത്രം കയറ്റുക. ഈ ഫിൽറ്ററിൻ്റെ അതിനകത്ത് ഓൾറെഡി ഉള്ള ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിലേക്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കുക. ആ സെക്കൻഡിന് ഒരു കൺട്രോളും കൂടി വെക്കുക. അപ്പോൾ 2 സബ്ബൂഫർ സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാം. സംശയം എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രാവശ്യം 5 കമൻസാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ കമൻസ് എടുക്കാൻ പറ്റിയില്ല, കാരണം മറ്റു പല അസ്വസ്ഥതകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ കമൻസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വായിക്കാത്ത കമൻസ് അടക്കം നമ്മൾ അടുത്ത തിങ്കളാഴ്ചത്തെ മൺഡേ ഓൺ ബോക്സിൽ 15 കമൻസ് ഈ പ്രാവശ്യത്തെ പെൻഡിങ് അടക്കം വായിക്കും. അപ്പോൾ അടുത്ത ആ 15 കമൻസിലുള്ള 10 കമൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വെറൈറ്റി ആയ കമൻസ് ചോദിക്കുക. അപ്പോൾ ഈ വരുന്ന ആഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.